ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവി നമ. ഓം നമ ചണ്ഡികായേ. ഹരി ഓം. ശ്രീമദ് ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 8ാമത്തെ അധ്യായമാണ്, രക്തബീജവധം. 2 ശ്ലോകം നമ്മൾ പഠിച്ചുള്ളൂ. ഇന്ന് നമുക്ക് പഠിക്കേണ്ട ഭാഗം അദ്യ സർവബലൈർദൈത്യാഃ ഷഡശീതിരുദായുധാഃ കമ്പൂനാം ചതുരശീതി നിര്യാന്തു സ്വബലൈർവൃതാഃ. ഇവിടെ അദ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്യ എന്ന് പറഞ്ഞാൽ ഇന്ന്, ഇപ്പോൾ, ആദ്യം എന്നൊക്കെ അർത്ഥമുണ്ട് അദ്യയ്ക്ക്. അദ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന്. എന്തായി, നമ്മളെന്താ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്? ആ ഉദ്യോഗം സർവ സൈന്യാനാം ദൈത്യാനാം ആദിദേശ. ആ ദൈത്യ രാജാവ്, ആ ശുംഭൻ യുദ്ധത്തിനായിക്കൊണ്ട് എല്ലാവരോടും തയ്യാറെടുക്കാൻ പറഞ്ഞ് ആജ്ഞാപിച്ചു. വീണ്ടും യുദ്ധത്തിന് ഒരുങ്ങാനായിട്ട് ഉപദേശിച്ചു, ആജ്ഞാപിച്ചു എന്നാണ് പറഞ്ഞത്. ആദിദേശക അങ്ങനെ പറഞ്ഞാണ് നിർത്തിയത്. അപ്പോൾ ഇപ്പോൾ സർവബലൈർ ദൈത്യാഹ, ദൈത്യന്മാരുടെ എല്ലാ ബലങ്ങളും. ഇവിടെ ബലം എന്ന് പറയുന്നത് സൈന്യമാണ്, ശക്തിയല്ല. അപ്പം ദൈത്യന്മാരുടെ, ദിതിയുടെ മക്കളായ ദൈത്യന്മാരുടെ, അസുരന്മാരുടെ എല്ലാ ബലങ്ങളും സൈന്യങ്ങളും കൂടെ എത്രയുണ്ട്? ഷഡ് അശീതി ഉദായുധാഹ. ഷഡ് അശീതി, അശി എന്ന് പറഞ്ഞാൽ 80. ഷഡ് എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ 80 6 86 കോടി സൈന്യങ്ങൾ, അസുരന്മാർ. 86 കോടി അസുരന്മാർ ആയുധങ്ങളും കൊണ്ട്, അവരും അവരുടെ ആയുധങ്ങളും 86 കോടി. കമ്പൂനാം ചതുരശീതി, കമ്പുക്കൾ എന്ന് പറയുന്ന വർഗം. എന്താ അതിന് അവരെ പറയുക? കമ്പു മാതാവെന്നൊക്കെ പറയും. ആ കമ്പുക്കൾ ചതുരശീതി, ചതു എന്ന് പറഞ്ഞാൽ 4, അശി എന്ന് പറഞ്ഞാൽ 80. അപ്പോൾ 84 കോടി കമ്പുക്കൾ, അസുരമാതാവ് കമ്പുക്കൾ. നിര്യാന്തു സ്വബലൈർവൃതാഹ, സ്വബലം അവരവരുടെ സൈന്യവുമായി നിർഗമിക്കട്ടെ. നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ, യുദ്ധത്തിനായിക്കൊണ്ട് വീണ്ടും തയ്യാറാകാൻ പറയുകയാണ് ശുംഭൻ. ഇപ്പോൾ സർവബലം, എല്ലാ ദൈത്യന്മാരുടെയും സൈന്യങ്ങളും കൂടെ 86 കോടി ദൈത്യന്മാരും, കമ്പുക്കൾ 84 കോടി. നിര്യാന്തു സ്വബലൈർവൃതാഹ, അവരവരുടെ തന്നെ സൈന്യവുമായി നിര്യാന്തു നിർഗമിക്കട്ടെ. അപ്പോൾ കമ്പുക്കളും 84 കോടി, ദൈത്യന്മാർ 86 കോടി. എല്ലാവരോടും അവരവരുടെ സൈന്യങ്ങളുമായി പുറപ്പെടൂ എന്ന് ആജ്ഞാപിച്ചു. അദ്യ സർവബലൈർ ദൈത്യാഹ ഷഡശീതിരുദായുധാഹ കമ്പൂനാം ചതുരശീതി നിര്യാന്തോ സോബലൈർവൃതാഹ.
അടുത്തത് ശ്ലോകം. അപ്പോൾ ഇത് അദ്യ സർവബലൈർദൈത്യാഹ ഷഡാശീതിരുദായുധാഹ കമ്പൂനാൻ ചതുരശീതി നിര്യാന്തു സ്വബലൈർവൃതാഹ. അതിൻ്റെ അർത്ഥം ഈ ദിതി എന്ന അസുരമാതാവിൻ്റെ വംശക്കാരായ 86 കോടി അസുരന്മാരും ആയുധങ്ങൾ എടുത്തുകൊണ്ട് പുറപ്പെടുവിൻ. കമ്പു എന്ന അസുരമാതാവിൻ്റെ വംശത്തിങ്കൽ 84 കോടി അസുരന്മാരുണ്ട്. അവരും തങ്ങളുടെ സൈന്യങ്ങളുമായി പുറപ്പെടുക എന്ന് ആജ്ഞാപിച്ചു. കോടി വീര്യാണി പഞ്ചാശത് അസുരാണാം കുലാനി വൈ ശതം കുലാനി ധൂമ്രാണാം നിർഗച്ഛന്തും അമാജ്ഞയാം. കോടി വീര്യാണി പഞ്ചാശത്, പഞ്ച 5 ശതം 10, അപ്പോൾ അല്ല ശതം 100, ഇവിടെ 50 കോടി എന്നെടുത്താൽ മതി. 5 × 10 50 കോടി വീര്യന്മാർ, 50 കോടി വീര്യന്മാർ, ആ അസുരന്മാർ. കുലാനി വൈ ശതം കുലാനി ധൂമ്രാണ നിർഗച്ഛന്തും അമാജ്ഞയ. കോടി വീര്യാണി പഞ്ചാശത്. കോടിക്കണക്കിന്, ഇവിടെ കോടിക്കണക്കിനെന്നല്ല അർത്ഥം. കോട്ടവി എന്ന ഒരു അസുരം, ഒരു വംശം, കോട്ടവി വംശം. കോട്ടവി എന്ന അസുരമുത്തച്ഛിയുടെ വംശത്തിൽ 50 കോടി സൈന്യങ്ങൾ. അപ്പോൾ അവരും നിർഗച്ഛന്തും എൻ്റെ ആജ്ഞയാൽ പുറപ്പെടട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ശതം കുലാനി, 100 ധൂമ്രന്മാരുമുണ്ട്, ധൂമ്രന്മാരുടെ കുലം. കോടി വീര്യാണി പഞ്ചാശത് അസുരാണാം കുലാനി വൈ ശതം കുലാനി ധൂമ്രാണ. ധൂമ്രന്മാരെന്ന് പറഞ്ഞാൽ ധൂമ്ര ഒരു വംശമാണ്. അവരുടെ കുലത്തിലെ 100 കോടി. അപ്പോൾ അവരെല്ലാവരും എൻ്റെ ആജ്ഞയാൽ നിർഗമിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ കോടി വീര്യാണി എന്ന് പറഞ്ഞത് കോട്ടവി എന്ന അസുരമുത്തശ്ശിയുടെ വംശത്തിൽ 60 കോടി അസുരന്മാരുണ്ട്. ധൂമ്രയുടെ വംശത്തിൽപ്പെട്ട 100 കോടി അസുരന്മാരുണ്ട്. അപ്പോൾ അവർ 2 കൂട്ടരും അവരവരുടെ ആയുധങ്ങൾ സൈന്യങ്ങളുമായി പുറപ്പെടുവിൻ എന്നർത്ഥം. അടുത്ത ശ്ലോകം. കാലകാ ദൗർഹൃദ മൗര്യാക കാലകാ ദൗർഹൃദ മൗര്യാക കാലകേയ തഥാസുരാക. ഇതെല്ലാം ഓരോ വംശക്കാരാണ്. കാലകാവംശം, ദൗഹൃദാവംശം, ദൗർഹൃദാവംശം, മൗര്യവംശം, ഇതൊക്കെ വംശക്കാരാണ്. അപ്പം കാലക ദൗർഹൃദ മൗര്യാക കാലകേയസ്തഥാസുരാക. കാലകേയസ്തഥ, അതായത് കാലവംശക്കാർ, ദൗഹൃദ വംശക്കാർ, കാലക വംശക്കാർ, മറ്റു വംശക്കാർ ആവലിയിൽ പെടാതെ അങ്ങിങ്ങായി കഴിയുന്നവർ എന്നിങ്ങനെയുള്ള അസുരന്മാർ ഒരാൾ പോലും ശേഷിക്കാതെ മറ്റു വംശാവലിയിൽ പെടാതെ അങ്ങിങ്ങായി കഴിയുന്നവർ എന്നിങ്ങനെയുള്ള അസുരന്മാരിൽ ഒരാൾ പോലും ശേഷിക്കാതെ എൻ്റെ ആജ്ഞ കേൾക്കുവിൻ, എൻ്റെ ആജ്ഞയെ കേൾക്കുവിൻ എന്ന് ഈ ശ്ലോകം. കാലക ദൗർഹൃദ ഭാര്യാക. ദൗർഹൃദയാണ് എന്ന് പറഞ്ഞാലോ ഒരു വംശമാണത്. കാലകേയസ്തഥാവരെ
യുദ്ധായ സജ്ജോ നിര്യാന്തോ ആജ്ഞയാ ത്വരിതാ മമ. കാലകാദൗർഹൃദാ മൗര്യാഹ കാലകേയാസ്തഥാപരേ യുദ്ധായ സജ്ജാ നിര്യാന്തോ ആജ്ഞയാ ത്വരിതാ മമ. എൻ്റെ ആജ്ഞയാൽ ത്വരിതം പെട്ടെന്ന് നിര്യാന്തോ നിർഗമിക്കട്ടെ. അതായത് കാലവംശക്കാർ, ദൗഹൃദ വംശക്കാർ, കാലക വംശക്കാർ, മറ്റു വംശ പദവിയിലൊന്നും പെടാതെ അങ്ങിങ്ങായിട്ടൊക്കെ കഴിയുന്നവർ എന്നിങ്ങനെയുള്ള അസുരന്മാരിൽ ഒരാൾ പോലും ശേഷിക്കാതെ എൻ്റെ ആജ്ഞ കേൾക്കുവിൻ, വേഗം പുറപ്പെടുവിൻ, യുദ്ധസന്നദ്ധരായി വരുവിൻ എന്ന് ആജ്ഞാപിച്ചു. ഇത്രയും മതി. അപ്പോൾ ഈ 3 ശ്ലോകം അദ്യ സർവബലൈർദൈത്യാഃ ഷഡശീതിരുതായുധാഃ കമ്പൂനാം ചതുരശീതി നിര്യാന്തു സ്വബലൈർവൃതാഃ. ദിതി എന്ന അസുരമാതാവിൻ്റെ വംശക്കാരായ 86 കോടി അസുരന്മാരും ആയുധങ്ങൾ എടുത്തുകൊണ്ട് പുറപ്പെടുവിൻ. കമ്പു എന്ന അസുരമാതാവിൻ്റെ വംശത്തിൽ 84 കോടി അസുരന്മാർ, അവരും തങ്ങളുടെ ആയുധങ്ങളുമായി പുറപ്പെടുക. കോട്ടവി യാനി 50 അസുരാണാം കുലാനി വൈ ശതം കുലാനി ധൂമ്രാണാം നിർഗച്ഛന്തു മമാജ്ഞ. ധൂമ്രം എന്ന് പറഞ്ഞാൽ ചെമ്പിൻ്റെ കളറാണ് ധൂമ്രം, ചെമ്പ്. അപ്പോൾ അതുപോലെ ചുവന്ന കണ്ണെന്നർത്ഥം, ചുവന്ന ഇത്. കോട്ടവി എന്ന അസുരമുത്തശ്ശിയുടെ വംശത്തിൽ 50 കോടി അസുരന്മാരുണ്ട്. ധൂമ്രയുടെ കുലത്തിൽപ്പെട്ട് 100 കോടി അസുരന്മാരുണ്ട്. അവർ 2 കൂട്ടരും അവരവരുടെ ആയുധങ്ങളും സൈന്യങ്ങളുമായി പുറപ്പെടുവിൻ എന്ന് 4-ാമത്തെ ശ്ലോകം. 5-ാമത്തെ ശ്ലോകത്തിൽ കാലകാദൗർഹൃദാ മൗര്യാഃ കാലകേയാസ്തഥാപരേ യുദ്ധായ സജ്ജാ നിര്യാന്തോ ആജ്ഞയാ ത്വരിതാ മമ. കാലവംശക്കാർ, ദൗഹൃദ വംശക്കാർ, കാലകാവംശക്കാർ, മറ്റു വംശാവലിയിൽപ്പെടാതെ അങ്ങിങ്ങായി കഴിയുന്നവർ. കാലവംശക്കാർ, ദൗഹൃദ വംശക്കാർ, കാലക വംശക്കാർ, മറ്റു വംശാവലിയിൽപ്പെടാതെ അങ്ങിങ്ങായി കഴിയുന്നവർ എന്നിങ്ങനെയുള്ള അസുരന്മാരിൽ ഒരാൾ പോലും നിശേഷിക്കാതെ എൻ്റെ കൈകൊണ്ട് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഇത് കഴിഞ്ഞു ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും 2-3 ശ്ലോകം എടുത്തുള്ളൂ. സോറി, അടുത്ത ക്ലാസ്സിൽ കൂടുതലെടുക്കാം. ഹരി ഓം. നമേ നാരായണ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു.